അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം ലഭിച്ച കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കില്ല. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്ന നിലയിൽ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് നിലപാട്. അതേസമയം വ്യക്തിപരമായി അയോധ്യ സന്ദർശിക്കാനോ പ്രാർത്ഥന നടത്താനോ നേതാക്കൾക്കോ പ്രവർത്തകർക്കോ വിലക്കില്ല. വിഷയത്തിൽ പരസ്യ പ്രസ്താവനകൾ വേണ്ടെന്ന് സംസ്ഥാന ഘടകങ്ങൾക്ക് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി. നേതാക്കളുടെ അഭിപ്രായ ഭിന്നത പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിന് പിന്നാലെയാണ് നടപടി. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, BJP ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ തള്ളിവിട്ടിരുന്നു. അത് മറികടക്കാൻ പര്യാപ്തമായ നടപടികൾ എന്ന ആത്മവിശ്വാസത്തോടെയാണോ കോൺഗ്രസിന്റെ ഈ നിലപാട്? ഒരു ഞാണിന്മേൽ കളി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും വേണു. കാരണം വസ്തുതാപരമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചാൽ നിലവിലുള്ള പ്രതിസന്ധി കോൺഗ്രസിന് മാറ്റുന്ന വിധത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ആ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് വിലയിരുത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിനെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മറുപടി പറയേണ്ട, മറിച്ച് 3 നേതാക്കളെയാണ് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള 3 നേതാക്കളെയാണ് വിളിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർ പങ്കെടുക്കുന്ന കാര്യത്തിൽ ആ നിലപാട് വ്യക്തമാക്കാൻ മാത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ആ 3 നേതാക്കളും ഉദ്ഘാടന ദിവസം അയോധ്യയിൽ എത്തുകയോ അല്ലെങ്കിൽ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുകയോ ചെയ്യില്ല. ഇതിലുപരി പാർട്ടിയുടെ നിലപാട് അത് ഈ ക്ഷേത്രം സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ആരാധന നടത്തുന്നതുമായി ബന്ധപ്പെട്ടോ ഉള്ള കാര്യത്തിൽ കോൺഗ്രസ് വ്യക്തമാക്കില്ല. അത് ഓരോരുത്തരുടെയും പാർട്ടി പ്രവർത്തകരുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശം എന്ന രീതിയിലേക്ക് പാർട്ടി അത് റിസർവ് ചെയ്യുകയാണ്. മറ്റ് കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ കൂടുതൽ BJPക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകരുത് എന്ന നിബന്ധന കോൺഗ്രസ് ദേശീയ നേതൃത്വം കൈക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സംസ്ഥാന ഘടകങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാട് സ്വീകരിച്ച പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്ന ഒരു തീരുമാനമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകങ്ങളെ അറിയിച്ചിരിക്കുന്നത്. BJPക്ക് വളമാകുന്ന ഒരു നീക്കവും വാക്കും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ താല്പര്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ വിധത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മുതിർന്ന നേതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പാർട്ടി എന്ന രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവന നടത്തേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ്. തങ്ങളെ ക്ഷണിച്ച മുതിർന്ന നേതാക്കളെ ക്ഷണിച്ച ഈ സംഘാടകരെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അത് അറിയിക്കും. അത് ഒഴിച്ചു നിർത്തിയാൽ മറ്റേതെങ്കിലും വിധത്തിൽ ഈ വിഷയത്തിൽ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിന് ഒരു ഭാഗവുമില്ല. കോൺഗ്രസ് ഏതെങ്കിലും വിധത്തിലൊരു നിലപാടോ നയമോ വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു തീരുമാനം. രാധാകൃഷ്ണൻ, ഈ ഉത്തരേന്ത്യൻ PCCകളിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നല്ലോ ഈ വിഷയത്തിൽ. അത് മറികടക്കാൻ കഴിയും ഇപ്പോഴത്തെ തീരുമാനം കൊണ്ട് എന്ന് കരുതുന്നുണ്ടോ ദേശീയ നേതൃത്വം? വേണു, തൊലിപ്പുറത്തെ ഒരു ചികിത്സ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കൂ. കാരണം ഇന്നലെ നമ്മൾ പ്രക്ഷേപണം ചെയ്ത ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളടക്കം നമ്മളുടെ പക്കൽ ഇനിയുള്ളത് ഈ കോൺഗ്രസിന്റെ ഉത്തർപ്രദേശിലെ വൈസ് പ്രസിഡന്റിന്റെ നിലപാട് ഉൾപ്പെടെയുള്ളതാണ്. അവരെല്ലാവരും പറയുന്നത് ഈ വിഷയത്തിൽ BJP രാഷ്ട്രീയം പയറ്റുന്നു എന്ന് അവരെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അത് മാറ്റി നിർത്തിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിൽ എടുക്കുന്ന നിലപാട് ദക്ഷിണേന്ത്യയിലെ നേതാക്കന്മാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിന് ഘടകവിരുദ്ധമാണ്. കാരണം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ ഈ പള്ളി പൊളിച്ചെടുത്ത് ക്ഷേത്രം നിർമ്മിക്കുകയും അവിടേക്ക് പോകരുത് എന്ന വിധത്തിലുള്ള ഒരു താല്പര്യം കേരളത്തിലെ നേതാക്കന്മാരുടെ അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ ഉത്തരേന്ത്യയിലെ നേതാക്കൾ, ഉത്തർപ്രദേശിലെ നേതാക്കൾ പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ ക്ഷേത്ര നിർമ്മാണത്തിനോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്രിയയ്ക്കോ കോൺഗ്രസ് തടസ്സം നിന്നിട്ടില്ല. അഥവാ ആദ്യഘട്ടങ്ങളിൽ അതിന് മുൻകൈ എടുത്തത് തങ്ങളാണ് എന്ന അവകാശവാദമാണ് അത് ഉന്നയിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് 2 വിഭാഗങ്ങളായി കോൺഗ്രസ് വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഈ വിഷയത്തിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇത് വളർത്തിക്കൊണ്ടു പോകുന്ന വിധത്തിലേക്ക് ഈ ചർച്ച എത്തരുത് എന്ന് കോൺഗ്രസിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ 2ാം ജോഡോ യാത്രയൊക്കെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ തർക്കം ഗുണകരമാകില്ല. ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ട് കോൺഗ്രസിന്റെ സമീപനം, നയസമീപനങ്ങൾ അങ്ങനെയാണ് എന്ന് വന്നാൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ അഥവാ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നയം അത് മൃദുഹിന്ദുത്വ സമീപനം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും കോൺഗ്രസിന് ഒരു പിടിവള്ളിയായി അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം അത് നഷ്ടപ്പെടും. അതിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് കോൺഗ്രസ് കരുതുന്നു. അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള തന്ത്രം എന്ന രീതിയിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർക്ക് അവിടുത്തെ സാഹചര്യത്തിന് അനുസരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് അവസ്ഥയെ കൊണ്ട് എത്തിക്കുക, ഒപ്പം ദേശീയ തലത്തിൽ ഇത്തരത്തിൽ
അത്തരത്തിലുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ തങ്ങളൊരു രാഷ്ട്രീയ കക്ഷി എന്ന രീതിയിൽ തങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കക്ഷിയല്ല എന്ന് വ്യക്തമാക്കുക, ഇതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു ശ്രമം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.